ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ട തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇവിടെ അയർലൻഡിലേക്ക് ഫ്രീ ആയിട്ട് വന്ന് പഠിക്കാൻ പറ്റുന്നൊരു അവസരം വന്നിരിക്കുകയാണ്. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫ്രീ. അതായത് നിങ്ങൾ ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട, പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലിനോ എന്നാണ്. അപ്പം ഞാനിങ്ങനത്തെ അയർലൻഡിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ബേസ് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ട്രാവൽ വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് അത് ചെയ്യുന്നത്. അപ്പം ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കയറിയേക്കാം. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇവിടെ അയർലൻഡിൽ വന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെ പോയാലും ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി 7 to 10 lakh ആ റേഞ്ച് വേണം. പിന്നെ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോഴത്തേന് അത് വേരി ചെയ്യും. ഇപ്പോൾ കോളേജുകളിലാണെങ്കിൽ ഒരു 12 lakh ആ റേഞ്ച് വരും. യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ 15, 16 ആ റേഞ്ച് വരെയൊക്കെ പോകും. അപ്പം ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത സ്റ്റുഡൻസിനും ഇവിടെ വന്ന്, അതായത് നല്ല അക്കാഡമിക്സ് ഒക്കെ ഉള്ള സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗവൺമെൻറ് ഓഫ് അയർലൻഡിൻ്റെ ഒരു സ്കോളർഷിപ്പാണ്. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇപ്പം റീസെൻ്റ്ലി വന്നതാണ്. അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. ഇത് ബേസിക്കലി നമ്മുടെ യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ അയർലൻഡിൻ്റെ ഈ സ്കോളർഷിപ്പ് ഉള്ളത്. അപ്പം ഇത് ബേസിക്കലി 1 ഇയറിൻ്റെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെപ്റ്റംബർ ഇൻടേക്കിന് വരാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ളതാണ് കേട്ടോ ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഈ ജാനുവരി, മെയ് അങ്ങനെയുള്ള ഇൻടേക്സിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. പക്ഷേ അതിന് ഇല്ല. സെപ്റ്റംബർ ഇൻടേക്കിന് ഉള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഉള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മളുടെ കയ്യിൽ നമ്മളിപ്പം നാളെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെന്നാണെങ്കിൽ നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഫുൾ ഒരു ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ എലിജിബിൾ ആയിട്ടുള്ള ഒരു ഐറിഷ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമായിരിക്കണം. അത് ഏതൊക്കെയാണ് ആ ഐറിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു PDF അവർ ഇട്ടിട്ടുണ്ട്, ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അതിനകത്ത് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോഴത്തേന് Appendix 1 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നാലും പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരാറുള്ളവർ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിനകത്ത് ഉണ്ട്. എന്നാലും നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കുക. അപ്പം അവിടെ നിന്നൊരു നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫുൾ ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പം ഇത് 60 സ്കോളർഷിപ്പാണ് എല്ലാം കൂടെ ഉള്ളത്. അപ്പം ഈ 60 സ്കോളർഷിപ്പിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ ട്യൂഷൻ ഫീസ്, അതിപ്പം കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും എവിടെ ആണെങ്കിലും എത്ര രൂപയാണെന്നുണ്ടെങ്കിലും ആ ഫുൾ ട്യൂഷൻ ഫീസ് ഇവർ അടച്ചോളും. പിന്നെ അതിന് പുറമെ നമ്മളിവിടെ വന്ന് നമ്മുടെ ഈ ഒരു 1 year സ്റ്റഡി ഉണ്ടല്ലോ, അതിന് നമുക്കാവുന്ന ലിവിങ് എക്സ്പെൻസ്, അതിന് വേണ്ടിയിട്ട് ഒരു 10,000 euro സ്റ്റൈപ്പൻഡ് ഇവർ തരുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഇന്ത്യൻ റുപ്പി പറയുമ്പോൾ എത്ര വരും, ഒരു 8,50,000 ആ റേഞ്ച് വരും. അപ്പം ആ അത്രയും രൂപയും നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് നമ്മുടെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് അവർ തരും. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സ്കോളർഷിപ്പിനകത്ത് വരുന്ന എമൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാര്യം ഇതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അടുക്കാറായി. ഈ മാർച്ച് 24 ഈ വരുന്ന സെപ്റ്റംബർ പ്രോഗ്രാമിൻ്റെ ഡെഡ് ലൈൻ. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഐറിഷ് ടൈം 5 മണിയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സമയം ഒരു 9:30, രാത്രി 9:30 ആ ഒരു സമയമാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് ഇവർ ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാ വർഷവും ഇവർ ചെയ്യാറുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷമൊക്കെ വരാനായിട്ട് ഇങ്ങനെ, ഇപ്പം നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അയർലൻഡിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഡിസംബർ പകുതി തൊട്ട് ഒരു മാർച്ച് പകുതി വരെയുള്ള ഒരു ടൈമാണ്. ആ ഒരു സമയമാണ് നമുക്കിവിടെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചാനലിനകത്ത് അടുത്ത വർഷങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുമ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ അതിനകത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ വരാൻ പോകുന്ന സ്റ്റുഡൻസിന് അത് കാണുമ്പോഴത്തേന് അത് വെച്ചിട്ട് കറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പം അത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഈ 24 നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോപ്പർ ലിങ്ക് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, അത്ര നേരത്തെ തന്നെ അപ്ലൈ ചെയ്തേക്കുക.
പിന്നെ അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു PDF ഉണ്ടെന്ന്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഒന്ന് വായിച്ച് വിവരങ്ങൾ അറിയണമെന്നാണെങ്കിൽ. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഒന്ന്, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഉള്ള ഒരാളായിരിക്കണം. അതായത് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിനാണ് ഇവരിത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് നല്ല മാർക്കുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ ജസ്റ്റ് പഠിത്തത്തിന് പുറമെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കൂടെ ഇൻവോൾവ് ആണെങ്കിൽ നല്ലതാണ്. എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ എന്തെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ്, പൊളിറ്റിക്സ് എന്തും ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നമ്മൾ എന്തിനെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനകത്തുണ്ടെന്നാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ അതിൻ്റെ പുറമെ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടായിരിക്കണം. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു, എന്തുകൊണ്ട് നമ്മളിവിടെ അയർലൻഡിലേക്ക് പഠിക്കാൻ വരുന്നു, നമ്മുടെ ലോങ് ടേം ഗോൾസ് ഈ ഒരു നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈലുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്തത് ഇതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേന് എല്ലാം കൂടെ 100 മാർക്കിൽ നിന്നാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ 100 മാർക്കിനകത്തെന്ന് പറയുമ്പം 40 മാർക്ക് നമ്മുടെ അക്കാഡമിക്സിനെ ബേസ് ചെയ്താണ്. നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, പിന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇതിനകത്തുനിന്ന് എല്ലാം കൂടെ കൂട്ടിയാണ് ഒരു 40 മാർക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ പുറമേ ഉള്ള ഒരു 60 മാർക്ക് വരും. അപ്പോൾ ഈ 60 മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ 15 മാർക്ക്, ഈ 60-നകത്തെ ആദ്യത്തെ 15 മാർക്ക് എന്ന് പറയുന്നത് ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നത് വഴി സ്റ്റുഡൻറ്റിനും അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ അയർലൻഡിനും പിന്നെ നമ്മൾ വരുന്ന ഏത് രാജ്യമാണോ ആ രാജ്യം, അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യക്കാരന്, അപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകുന്ന എക്കോണമിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ 15 മാർക്ക്. പിന്നത്തെ 15 മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മൾ പഠിക്കുക, അപ്പം പഠിത്തത്തിന് പുറമെ നമ്മൾ എക്സ്ട്രാ കരിക്കുലറായിട്ട് എന്തൊക്കെ ചെയ്യും എന്നാണ്. അതായത് ഈ ഐറിഷ് സൊസൈറ്റിയിൽ നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ, അതായത് അക്കാഡമിക് അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച്, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു അവയർനെസ് ഇനി ബാക്കി വരുന്ന സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാനായിട്ട് അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഈ സെക്ഷൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ടത്. അത് ഈ പറഞ്ഞ എല്ലാം കൂടെ കൂട്ടിയാണ് അടുത്ത 15 മാർക്ക്. അപ്പോൾ എത്ര, ഇപ്പോൾ 30 മാർക്കായി. ഇനിയിപ്പോൾ അടുത്ത 15 എന്ന് പറയുന്നത് നമ്മുടെ അയർലൻഡും ആയിട്ടുള്ള ഈ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ പഠന ശേഷവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നതിനെക്കുറിച്ച് നമ്മളൊരു ഇത് പറയണം, സ്റ്റേറ്റ്മെൻറ്റ്. അത് എഴുതി കൊടുക്കുകയാണ് നമ്മുടെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ ഉള്ളത്. അപ്പം അതാണ് അടുത്ത 15 മാർക്ക്. പിന്നെ നമ്മുടെ ലാസ്റ്റ് 15 മാർക്ക് എന്ന് പറയുന്നത് 2 റെഫറൻസുകളാണ്. ഈ 2 റെഫറൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്നതാണ് ആ 2 റെഫറൻസുകൾ. അപ്പം ഈ 15 അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ 60 മാർക്ക്. പിന്നെ നമ്മുടെ അക്കാഡമിക്സും വർക്ക് എക്സ്പീരിയൻസും എല്ലാം കൂടെ കൂട്ടി 40 മാർക്ക്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ 100 മാർക്ക്. ഇനി നമ്മുടെ ഈ ഒരു അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൂടെ പറഞ്ഞേക്കാം. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി വരുന്നത് നിലവിൽ സ്കോളർഷിപ്സ് ഒന്നും കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഒരു സ്കോളർഷിപ്പും ഇല്ല, നമ്മൾ ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അടച്ച് അങ്ങനെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കായിരിക്കും കുറച്ചൊരു പ്രയോറിറ്റി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 60 സ്കോളർഷിപ്പാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ 60-നകത്ത് ടോപ്പ് 12 വരുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഫണ്ടും കൊടുക്കും, വേറെ ഒന്നുമില്ല. പക്ഷേ ബാക്കി വരുന്ന 48 പേർക്കെന്ന് പറയുമ്പം അവർ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്, പിന്നെ നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി, പിന്നെ നാഷണൽ നീഡ്സ് എന്തൊക്കെ അതുമായിട്ട് മാച്ചിങ് ആണോ, പിന്നെ ചില ഡിസിപ്ലിൻസിലൊക്കെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും, ചിലതിൽ മെൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം കിട്ടാനുള്ള ഇത് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്താണ് ബാക്കി 48 പേർക്ക് ഇത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിമം കട്ട് ഓഫ് മാർക്കുണ്ട്. അതായത് നമ്മളിതിനകത്ത് അവർ കൺസിഡർ ചെയ്യണമെന്നാണെങ്കിൽ എല്ലാം കൂടെ മാർക്ക് ടോട്ടൽ ചെയ്യുമ്പം 100-ൽ 60 മാർക്കെങ്കിലും വരണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ മാർച്ച് 24-ാം തീയതി 5 മണി, ഐറിഷ് ടൈം 5 മണി, നമ്മുടെ ഇന്ത്യൻ ടൈം രാത്രി 9:30-ക്കാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ സെപ്റ്റംബറിൽ വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ ശരിക്കും ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക.
പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഒരു ജൂൺ 1-ാം തീയതിയാണ് അവർ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് അവരത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഇതിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേനും നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. കാര്യം ആർക്കെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് യൂസ്ഫുള്ളായി ഒരാൾക്കെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്രീ ആയിട്ട് വരാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോനെക്കുറിച്ചുള്ള സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.